ഉറങ്ങാത്തതെന്തെന്ന് ചോദിച്ചാൽ എന്നെ എപ്പോഴും കാണണമെന്ന്. അങ്ങുറങ്ങാത്തതെന്തെന്ന് ചോദിച്ചാൽ എന്നെ എപ്പോഴും കാണണമെന്ന്. യേശുവേ സ്നേഹനാഥാ, യേശുവേ ആത്മനാഥാ, യേശുവേ സ്നേഹനാഥാ, യേശുവേ ആത്മനാഥാ. എൻ്റെ എല്ലാം നീ മാത്രം, നിന്റെ എല്ലാം ഞങ്ങൾ മാത്രം. എൻ്റെ എല്ലാം നീ മാത്രം, നിന്റെ എല്ലാം ഞങ്ങൾ മാത്രം. അങ്ങുറങ്ങാത്തതെന്തെന്ന് ചോദിച്ചാൽ എന്നെ എപ്പോഴും കാണണമെന്ന്. അങ്ങുറങ്ങാത്തതെന്തെന്ന് ചോദിച്ചാൽ എന്നെ എപ്പോഴും കാണണം എന്ന്. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി 8:4 എന്ന് ശ്രദ്ധിച്ചാട്ടെ. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവൾക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് കരഞ്ഞ്, അങ്ങേക്ക് മനസ്സുണ്ടോ എന്നെ സൗഖ്യമാക്കാൻ എന്ന് പറയുമ്പോൾ കർത്താവ് അവനെ സൗഖ്യമാക്കിയിട്ട് പറയുകയാണ്, നോക്കിത് ആരോടും പറയരുത്. നിന്റെ സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക. നിനക്ക് ഒരു സൗഖ്യം ദൈവം തരുന്നുണ്ട്. ഈ കുഷ്ഠരോഗിയോട് യേശു പറയുന്നത്, നിനക്ക് കിട്ടിയ സൗഖ്യം ആദ്യം നീ പുരോഹിതനോട് പറയണം. എന്നിട്ട് സൗഖ്യമാക്കാനുള്ള ആ കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന വഴിപാടുകൾ നീ നടത്തണം. സത്യത്തില് ആ ആലയത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല. കുഷ്ഠം മാറിയ ചരിത്രങ്ങളില്ല, വളരെ കുറവാണ്. പുരോഹിതൻ പോലും അതിനുള്ള വഴിപാടുകൾ മറന്നിട്ടുണ്ട്. എന്നാൽ യേശു പറയുക, നീ അവിടെ ചെല്ലണം. ഞാൻ അതിൽ നിന്ന് ഒരു ദൂതാണ് നിങ്ങൾക്ക് തരുന്നത്. ആർക്കും നടക്കാത്ത അത്ഭുതങ്ങൾ ദൈവം നിനക്ക് ചെയ്തു തരും. ആമേൻ. പുരോഹിതൻ പോലും ഇതിനെന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത നിലകളിൽ ആകപ്പെട്ടതുപോലെ നിന്റെ ജീവിതത്തിൽ വരുന്ന അത്ഭുതങ്ങൾക്ക് വലിയ അതിശയിപ്പിക്കുന്ന ചിലതുണ്ടായിരിക്കും. ആമേൻ. ഇതൊരു പ്രവചന ദൂതാണ്. നീ കരഞ്ഞില്ലേ, നീ പ്രാർത്ഥിച്ചില്ലേ, നിന്നിൽ വെളിപ്പെടുന്ന അത്ഭുതങ്ങൾ വളരെ വലുതാണ്. യേശു പറയണത് വേറെ ആരോടും നീ പറയരുത്. അതിൻ്റെ അർത്ഥം നീ ജീവിതകാലം മുഴുവൻ പറയരുതെന്നല്ല, മറിച്ച് ആദ്യം ചെന്ന് പുരോഹിതനോട് പറയുക. അതിൻ്റെ ശേഷം അത് ലോകം മുഴുവൻ അറിഞ്ഞിരിക്കും. ഞാൻ അതിൽ നിന്ന് കർത്താവ് നൽകിയ ഒരു സന്ദേശം നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ അത്ഭുതം അനേകരുടെ ഒരു സാക്ഷ്യമായിരിക്കും. അനേകർ വിടുവിക്കപ്പെടുമെന്നുള്ളൊരു ഉറപ്പ് നിങ്ങളിലൂടെ ദൈവം സമൂഹത്തിന് നൽകാൻ പോവുകയാണ്. ജനം പറയും, ആ വ്യക്തിയെ കർത്താവ് വിടുവിച്ചെങ്കിൽ എന്നെ വിടുവിക്കത്തില്ലേ? ആ വ്യക്തിയെ കർത്താവ് ഉയർത്തിയെങ്കിൽ എന്നെ ഉയർത്തത്തില്ലേ? ആ വ്യക്തിയെ കർത്താവ് മാനിച്ചെങ്കിൽ എന്നെ മാനിക്കത്തില്ല. അങ്ങനെ നിങ്ങളൊരു അത്ഭുതത്തിൻ്റെയും ഒരടയാളത്തിൻ്റെയും ഒരു ചൂണ്ടുപലകയാക്കി ദൈവം നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. അനേകർ വിസ്മയം കൊള്ളുന്ന നിലകളിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ തിരിക്കാൻ പറ്റും. എന്തു ചെയ്യും? ആശ്ചര്യപ്പെടുന്ന നിലകളിൽ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഈ വാക്കാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവം നൽകിയ ഒരു ബോധ്യം. നിങ്ങളുടെ സൗഖ്യം അനേകരുടെ ആശ്ചര്യമായിരിക്കും, അനേകരുടെ സാക്ഷ്യമായിരിക്കും. നിങ്ങൾ വിടുവിക്കപ്പെട്ടത് അനേകർക്ക് പ്രചോദനമായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിലക്കപ്പെട്ടിടത്തേക്ക് നിങ്ങൾ ഓടിച്ചെല്ലുന്നതുമൊക്കെ പലതിനെ അവഗണിച്ച് ഇന്നലത്തെ എക്സ്പീരിയൻസുകളും ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഈ വിടുതൽ
അനേകരെ ദൈവത്തെങ്കിലേക്കും ദൈവവചനത്തിലേക്കും തിരിക്കുവാൻ നിങ്ങളൊരു മുഖാന്തരമായി തീരും. അതുകൊണ്ട് ഇന്നത്തെ പ്രശ്നങ്ങളെ നിങ്ങൾ ഗൗരവമായിട്ട് കണ്ട ഓടി ചെല്ലുക കർത്താവിൻ്റെ അടുക്കിലേക്ക്. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ നിങ്ങൾ സൗഖ്യമാകത്തില്ലേ? ഉറപ്പായിട്ടും കർത്താവിൻ്റെ സൗഖ്യം നിങ്ങളുടെ കൂടെയുണ്ട്. സൗഖ്യമായിട്ട് വേറെ എങ്ങും പോകരുത്, ആലയത്തിലേക്ക് ചെല്ലുക. തുള്ളിയും ചാടിയും ആലയത്തിൽ കയറിയ മുടന്തനെ പോലെ നിങ്ങളുടെ സൗഖ്യം അത് കഴിഞ്ഞ് നിങ്ങൾ വേറെ എങ്ങും എത്തേണ്ടത് ദൈവത്തിൻ്റെ അടുക്ക് തന്നെ എത്തുക. തുടർന്നുള്ള ജീവിതം ദൈവത്തിന് വേണ്ടി കൊടുക്കുക. ഇന്ന് നിങ്ങൾ സൗഖ്യമാകുന്നതിന് മുമ്പ് തന്നെ ഈ വചനം, വിടുതലാകുന്നതിന് മുമ്പ് തന്നെ ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. എനിക്ക് തന്ന വിടുതലിന് ശേഷം ഞാൻ കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ രാജ്യത്തിലായിരിക്കുമെന്ന്. കർത്താവിന് വേണ്ടി നിങ്ങളെ ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെ, ഞങ്ങൾക്ക് നൽകിയ നല്ല ദൂതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാകിയാൽ നന്ദി. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിൽ അസാധാരണമായൊരു അത്ഭുതം അങ്ങ് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ സൗഖ്യവും അനേകരോടുള്ള സാക്ഷ്യമായിരിക്കാൻ നന്ദി പറയും. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ, അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവെ അങ്ങ് വലിയ അത്ഭുതങ്ങൾ ചെയ്ത് കർത്താവെ അവരെ അനേകർക്കുള്ളൊരു സാക്ഷ്യമാക്കി അങ്ങ് മാറ്റണമേ. കർത്താവ്, അനേകർക്ക് അതിൽ ഉറപ്പായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ഞങ്ങൾക്ക് ചെയ്യുന്ന അത്ഭുതങ്ങൾ അനേകരുടെ ജീവിതത്തിലും ചെയ്യുവാൻ അങ്ങക്ക് കഴിയുമെന്നുള്ളൊരു ഉറപ്പ് ഞങ്ങളുടെ സാക്ഷ്യങ്ങളിലൂടെ ലഭിക്കാൻ പോകുന്നതിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ട ഓരോ വ്യക്തിയും അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരെ ഒരു അത്ഭുത സാക്ഷിയാക്കി ദൈവം തീർക്കുന്നതിനായി സ്തോത്രം. ഇവരുടെ സൗഖ്യം ഒരു സമൂഹത്തിന് വിടുതലായും ഇവരുടെ സൗഖ്യത്തിന് ശേഷം ഇവർ ദൈവത്തിൻ്റെ ആലയത്തിലും ദൈവരാജ്യത്തിനും പ്രയോജനമുള്ളവരായും, സൗഖ്യം ലഭിച്ച ശേഷം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനല്ല, തുടർന്നുള്ള ജീവിതം മുഴുവൻ കർത്താവിനോട് ജീവിപ്പാനും നീ ഇവരെ ഒരുക്കണമേ. അനേകർക്ക് ഇവരൊരു ആശ്ചര്യമായി തീരണമേ. ഇവരുടെ വിടുതൽ അനേകർക്കൊരു അനുഗ്രഹമായി തീരണമേ. ഇപ്പോൾ തന്നെ അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവർ രോഗത്തിൽ നിന്ന്, കടത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, അവരിപ്പോൾ കടന്നു പോകുന്ന മാനസിക വ്യഥയിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ഇപ്പോൾ തന്നെ അവർ പുറത്തു വരട്ടെ. അവരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ ദിവസങ്ങൾ, കിരണങ്ങൾ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും, ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.